യേശുക്രിസ്തുവിൻ്റെ തുല്യ നാമത്തിൽ, നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദൈവവചനം ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു പ്രഭാതം കൂടെ കാണാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം തന്നു. ദൈവികമായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും ദൈവം ഓരോ ദിവസവും ചൊരിയുന്നത് കൊണ്ടാണ് നാം ജീവനോടെ ഇവിടെ ശേഷിക്കുന്നത്. ഓരോരുത്തരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കുകയും അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വഴികളെ ദൈവം സഫലമാക്കും. ദൈവം നമ്മുടെ വഴികളെ വിശാലമാക്കി നൽകുവാനിടയാകും. അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി പുറപ്പാട് പുസ്തകം 23 അധ്യായം 20 വാക്യം. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിൻ്റെ മുൻപിൽ അയക്കുന്നു. ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ച് ഇറക്കി അവരെ നടത്തിക്കൊണ്ടുവരുന്നതായ വേളയിൽ ദൈവം മോശ മുഖാന്തരം അവരോട് അരുളി ചെയ്യുന്നതായ വചനങ്ങളാണ് വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്. ഈ വഴിയെന്ന് പറയുന്നത് സാധാരണ വഴിയല്ല, അത് മരുഭൂമിയാണ്. പാഴ്നിലങ്ങളും കുഴികളും ഉള്ളതായ, അഗ്നിസർപ്പവും തേടുമുള്ളതായ സ്ഥലമാണ് ഈ വഴി എന്ന് പറയുന്നത്. ഈ വഴിയിലൂടെയാണ് ദൈവം തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ടുവരുന്നത്. ദൈവം അപശബ്ദങ്ങളുടെ നടുവിൽ അതിലൊന്നും പെടാതെ വണ്ണം ഈ ജനത്തെ പ്രത്യേകമായി ഒന്നിനും കുറവില്ലാതെ സംരക്ഷിച്ച് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കൊടുത്ത് പരിപാലിച്ചു കൊണ്ടുവരികയാണ്. ദൈവം പറയുകയാണ്, വഴിയിൽ ഞാൻ നിന്നെ കാക്കും. വഴിയിൽ ശത്രുവുണ്ട്, വഴിയിൽ പതിയിരിക്കുന്നതായ വ്യക്തികളുണ്ട്. അവരുടെ നടുവിൽ അകപ്പെട്ടു പോകാതെ വണ്ണം ദൈവം കാക്കും. ഇവർക്ക് പരിചയമില്ലാത്ത അപരിചിതത്വം നിറഞ്ഞതായ വഴിയിലൂടെയാണ് അവർ കടന്നു പോകേണ്ടത്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ എങ്ങനെ കാക്കും? കൈ പിടിച്ച് ഞാൻ നിങ്ങളെ കാക്കും. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഞാൻ നിങ്ങളെ കാക്കുവാനിടയാകും. കാക്കുക മാത്രമല്ല, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും. ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കുവാൻ ഒരുവനില്ലെന്ന് മാനവജാതിയെ മുഴുവൻ ദൈവം ഉളവാക്കി. അവർക്ക് കാലങ്ങളും അതിരുകളും തീരുമാനിച്ച ദൈവമാണ്. ഏത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം, എവിടെ നമ്മൾ പാർക്കണം, നമ്മൾ എന്ത് തൊഴിൽ ചെയ്യണം, എങ്ങനെ മുൻപോട്ട് പോകണമെന്നൊക്കെ ഉള്ള തീരുമാനം ദൈവത്തിൻ്റെതുണ്ട്. ആ ദൈവം നിയമിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് സഹകരിക്കുവാൻ തയ്യാറാകണം. ദൈവ ഇഷ്ടത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനും വിധേയപ്പെടുവാനും ദൈവത്തിൻ്റെ നടത്തിപ്പുകൾക്ക് നാം വിധേയപ്പെടുവാൻ തയ്യാറാകണം. നിൻ്റെ ദൈവമായ യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സമയങ്ങളിലും ദൈവത്തിൻ്റെ നടത്തിപ്പുകൾക്ക് നാം വിധേയപ്പെടണം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത വഴികളിലൂടെ പോകേണ്ടതായി വരും. അപ്പോഴും ദൈവത്തോട് വിഘടിക്കാതെ പെറുപെറുക്കാതെ ദൈവത്തോട് നമ്മൾ ചേർന്ന് നടക്കണം. എളുപ്പ വഴിയെന്ന് തോന്നുന്ന ചില വഴികൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടുമ്പോൾ ദൈവം ആ വഴിയെ കൊണ്ടുപോകാതെ നമ്മെ വിലക്കി വേറെ ചില വഴികളിലൂടെ നമ്മെ തിരിച്ചുവിടും. അപ്പോഴും നടത്തിപ്പിന് നാം വിധേയപ്പെടണം. നടത്തിപ്പിന് നാം വിധേയപ്പെട്ടാൽ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം നമ്മെ കൊണ്ടാക്കും. ദൈവം നിയമിച്ച കാര്യങ്ങളുണ്ട് മനുഷ്യജീവിതത്തിൽ. ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ ദൈവം നിയമിച്ച വ്യക്തിയായിരുന്നു റിബേക്ക എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് ജോലി ചെയ്യണം, എവിടെ പാർക്കണം, എല്ലാറ്റിനെക്കുറിച്ചും പരമാധികാരിയായ ദൈവത്തിന് ചില ചിന്തകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ദൈവം നിയമിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴിയെ നടത്തിയെന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ നടത്തിപ്പുകൾക്ക് നാം വിധേയപ്പെട്ടാൽ ആദിയിങ്കൽ കയ്പായാലും അന്ത്യം മധുരമാക്കി ദൈവം തീർക്കും. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ആരുടെയും കണ്ണിന് നമ്മൾ പെടാതെ വണ്ണം നിയമിച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം നമ്മെ കൊണ്ടാക്കും. പത്രോസ് തടവറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദൂതൻ അവൻ്റെ മുൻപിൽ നടന്നു. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൂതൻ ഇറങ്ങി വന്നാണ് കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്ന് പത്രോസിനെ പുറത്താക്കിയത്. പത്രോസ് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവനെ വീണ്ടും കണ്ടിട്ട് ഈ ഹേരോദാവിൻ്റെ കിങ്കരന്മാരുടെ അരികിൽ പോയി അറിവ് കൊടുത്ത് പത്രോസ് വീണ്ടും തടവറയിലാകാതിരിപ്പാൻ
അവൻ തെരുവീഥി കടക്കുന്നത് വരെ ദൂതൻ അവൻ്റെ മുൻപിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കാണരുതാത്തവർ കാണാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മറയ്ക്കും. നിങ്ങളുടെ തലമുറകളുടെ ഭാവിയുടെ കാര്യമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. ചിലർക്കത് അറിവ് കിട്ടി അനന്തരം അതിനെ തടയുവാനുള്ള കുതന്ത്രങ്ങൾ മെനയുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നവരാണെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിന് നടത്തിപ്പിന് നാം വിധേയപ്പെട്ടാൽ മറയ്ക്കേണ്ട ഇടങ്ങളിൽ ദൈവം നമ്മെ മറയ്ക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് ദൈവം നമ്മെ മറയ്ക്കും. ഒഴിവാക്കേണ്ട ഇടത്ത് ദൈവം നമ്മെ ഒഴിവാക്കും. ഉയർത്തേണ്ട സമയങ്ങളിൽ ദൈവം നമ്മെ ഉയർത്തും. നിയമിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.